നമ്മളിപ്പോൾ ഉള്ളത് വനിതാ വിനിത തിയേറ്ററിലാണ്. ലോകേഷ് കനകരാജിന്റെ കൈതി എന്ന സിനിമയ്ക്ക് ശേഷം പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് ദേ കൂലി. നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ സ്വന്തം സൗബിൻ ഷാഹിർ ഞെട്ടിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രജനീകാന്തിൻ്റെ ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് പടം. മോണിക്ക എന്നുള്ളൊരു പാട്ട് ഇതിനോടകം തന്നെ ഹിറ്റായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് പോകാം. കൊള്ളാം, നല്ല കൊള്ളാം, മസ്റ്റ് വാച്ചാ, കൊള്ളാം, മാസ്, നല്ല പടമാണ്. കൂടുതൽ വർക്കായത് ടോwards എൻഡാണ്, എസ്പെഷ്യലി അവസാനത്തെ കുറേ ഭാഗങ്ങളാണ് എനിക്ക് കൂടുതൽ. ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് ആയിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു മാസ് എലമെൻറ്റ്സ് പ്രതീക്ഷിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു സിനിമയിൽ വരുന്നു. അത് കൂടുതൽ എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫിലാണ്. എന്ന് വെച്ചാൽ എനിക്ക് കൈയടിക്കാനൊക്കെ തോന്നിയത് കൂടുതൽ സെക്കൻഡ് ഹാഫിലാണ്. സാർ വളരെ നന്നായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജയിലർ പോലത്തെ സാധനമല്ല ഇത്. ദിസ് ഈസ് മോർ ഓഫ് ലോകേഷ് സാർ. അല്ല, പൊതുവേ അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾക്കൊരു സട്ടിൽ സ്വഭാവം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജയിലറിൽ കാണുന്ന ഒരു തട്ടുപൊളിപ്പൻ മാസല്ല കൂലിയിൽ കാണുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു ഇരുത്തം വന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിൻ്റെ ലൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിലും സംഭവങ്ങളിലൊക്കെ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടെ അത് എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ഫിലിം പോകുന്ന പോലെയാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് എൻഡിൽ വീണ്ടും നമ്മുടെ നാട്ടിലുള്ള ഒരു ഫോർമുല എലമെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. സൗബിന് ഗംഭീര ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെലവൻസ് ഉള്ള സാധനം. അദ്ദേഹം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടേഴ്സിനെയും ഉള്ള സമയം കൊണ്ട് അദ്ദേഹം, അത് നാഗാർജുന സാറാണ്, ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. സൗബിൻക്ക് ഏറ്റവും വലിയ ദൈവം തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സൗബിൻക്ക് ഇങ്ങനെ ഒരു റോൾ കിട്ടിയത്. മോണിക്ക സോങ് അടിപൊളി സോങ്, അടിപൊളി ഫൈറ്റ്. പിന്നെ ഏതൊരു വില്ലനക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല. ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു വില്ലനക്ക് ഞാൻ കണ്ടിട്ടില്ല. ആ ട്വിസ്റ്റ് പറയാൻ പാടില്ല, പറഞ്ഞാൽ അതിൻ്റെ രസം ഉണ്ടാവില്ല. ഞാൻ ഇതുവരെ കണ്ട സിനിമയിൽ ഇങ്ങനെ ഒരു വില്ലനക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടില്ല. സൗബിൻ ഇസ് ബ്ലെസ്ഡ് ആക്ച്വലി. അടിപൊളിയാണ്, പറയേണ്ട ആവശ്യമുണ്ടോ? നമ്പർ 1. ഇപ്പോൾ നമുക്ക് എത്രയോ മേഖലയുണ്ട്, എത്രയോ ഫീൽഡുണ്ട്. എല്ലാവർക്കും നമ്പർ 1 പൊസിഷൻ പറയുന്നത് ഒരു കാലഘട്ടം മാത്രമേ ഉള്ളൂ. അത്ലീറ്റ് ആയാലും ശരി, ഏത് ഫീൽഡായാലും ശരി, ഒരു കാലഘട്ടം. പക്ഷെ രജനി സാർക്ക് മാത്രം ആ കാലഘട്ടം ഇല്ല. 50 years നമ്പർ 1. ഇതിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും ബഹുമാനം തോന്നും. രജനി സാർ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും വലിയ ബഡ്ജറ്റിൽ കുറേ മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട് ഈ തമിഴ് പടത്തിൽ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മലയാളം ആർട്ടിസ്റ്റ്. അടിപൊളി. അനിരുദ്ധ് പറയേണ്ട ആവശ്യമില്ല. അനിരുദ്ധ് രജനി സാറുടെ റിലേറ്റീവ് ആണ്. അതിനേക്കാളും ഏറ്റവും വലിയ ഫാനാണ് അനിരുദ്ധ്. ഞാനും ഇവിടെ വന്നത് ഒരു ആക്ടറായിട്ടല്ല വന്നത്. ഐ എം ദി ഗ്രേറ്റസ്റ്റ് ഫാൻ ഓഫ് രജനികാന്ത് സർ. സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി വെച്ചുകൊണ്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേ സൂപ്പർ സ്റ്റാർ പദവി നിലനിർത്തുന്ന ഒരു നടൻ രജനികാന്ത് അല്ലാണ്ട് മറ്റാരുമില്ല. അമീർ ഖാനൊക്കെ പൊളിച്ചിട്ടുണ്ട്, ഉപേന്ദ്ര പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. അതിനൊന്നും നമ്മുടെ സമയമില്ല, ഇവിടെ തൂത്ത് വരാൻ പോവാണ്. അടിപൊളി ഹിറ്റ് സിനിമയാണ്. എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് കാണാം. തിയേറ്ററിൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ആ സ്ഥലത്ത് നിൽക്കുന്ന ഫീലാണ് തിയേറ്ററിൽ. BGM കൊണ്ട് തൂത്ത് വാരിയിട്ടുണ്ട്. പടം ബമ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററാണ്. ഒരു 700 കോടി ഉറപ്പാണ്. സൗബിനൊക്കെ അടിപൊളിയാണ്, ശ്രുതിഹാസനൊക്കെ അടിപൊളി, സൗബിൻ അടിപൊളി, രജനികാന്ത് ഒരു രക്ഷയില്ല. ഇത്രയും സ്ക്രീൻ പ്രസ് എനിക്ക് മനസ്സിലാവുന്നില്ല. അടിപൊളി. എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വരുന്ന എൻജോയ് ആയിട്ട് പോവാം. കരഞ്ഞു നിലയും വിളിച്ച് അയ്യോ പടം ഫ്ലോപ്പാണെന്ന് വിചാരിച്ചുകൊണ്ട് ആരും പോകണ്ട. ധൈര്യമായിട്ട് രജനികാന്തിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുണ്ട്. ரொம்ப இன்ட்ரெஸ்டிங்காக இருந்தது. அமீர் கானும் ரொம்ப நல்லா பண்ணியிருந்தாரு. அதை விட நல்லா இருக்கு. ഇൻ്റർവെൽ വരെ വേറെ, ഇൻ്റർവെൽ കഴിഞ്ഞ് അതുക്കും മോളി. അതൊക്കെന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ രജനീകാന്ത് സ്റ്റൈൽ തന്നെ. അമീർ ഖാൻ ഒരു 15 മിനിറ്റ്, അത് ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് സൈബൻ അതുക്കും വേളി. രജനീകാന്തിന്റെ സ്റ്റൈലൊക്കെ പിടിച്ചിട്ട് വന്നതാണോ? അല്ല, നമ്മൾ ഈ സിനിമ ആയതുകൊണ്ട് അങ്ങനെ വന്നതാണോ? അല്ലല്ല, നമ്മൾ ഓൾറെഡി ഈ ഫിഗറിലാണ് ജീവിക്കുന്നത്. ഓ, താടിയൊക്കെ വെച്ചിട്ടാണോ സ്ഥിരം ഇറങ്ങാറ്? അല്ല, താടി വെപ്പാണ്. പടം എങ്ങനെയുണ്ടായി? സൗബിൻ എങ്ങനെയുണ്ട്?
സൗബിൻ സൂപ്പർ സൂപ്പർ ഒരു രക്ഷയില്ല. സൂപ്പറായിട്ടുണ്ട്. റെബേക്ക ഉണ്ട്, മലയാളികളായിട്ടുള്ള റെബേക്ക ഉണ്ട്, പിന്നെ ബാബുരാജേട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ലാസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരായിട്ടുള്ള ഒത്തിരി താരങ്ങൾ. അമീർ ഖാൻ ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആ ഗൂസ് ബംസ് വരുമല്ലോ പുള്ളിയൊക്കെ കാണുമ്പോൾ. മലയാളത്തിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നടന്മാരാണ്, അന്യഭാഷയിലുള്ളവരാണെങ്കിലും. അപ്പോൾ നാഗാർജുന, അങ്ങനെ കുറേയധികം സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ തന്നെ ഒരു റിച്ചാണ് സിനിമ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ രജനി ഫാൻ ആയതുകൊണ്ട് എല്ലാ പടങ്ങളും എനിക്ക് രജനി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. സൗബിൻ മുഴുനീള ക്യാരക്ടറാണ്. അതിഗംഭീരമായിട്ടുണ്ട് സൗബിൻ. തുടക്കം മുതൽ എൻഡ് വരെയുള്ള ഭാഗം വരെ ഉണ്ട്. ഇത്രയും ഒരു ഓപ്പണിംഗ് തന്നെ തമിഴിൽ ഒരു താരത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അതും രജനി സാറിനൊപ്പം ഗംഭീരമായിട്ടുണ്ട്. മാസാവണമല്ലോ, കാരണം അത്രയ്ക്ക് ആർട്ടിസ്റ്റുകളാൽ റിച്ചാണ് പടം. അപ്പം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേയധികം എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല, അത് കണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്യണം. കൊള്ളാം കൊള്ളാം കൊള്ളാം. പോരാ 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 പോരാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. സൗബിൻ എങ്ങനെയുണ്ടായിരുന്നു? നൈസ്.